RMS value of sinusoidal AC current is equal to its value at an angle of A 60 degree, B 30 degree, C 45 degree, D 90 degree. Different question ആണല്ലേ. നമ്മൾ RMS കറന്റും ആംഗിളും ആയിട്ട് നമ്മൾ ഇതുവരെ ഒരിക്കലും റിലേറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല. RMS കറന്റ് നമുക്ക് AC വേവ് ഫോമിന്റെ കാണാൻ അറിയാം അല്ലേ, മാക്സിമം വാല്യൂ ബൈ √2 അതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, സോ അതിൽ നിന്ന് തന്നെ ഈ ആംഗിൾ കിട്ടുമെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബേസിക് സിനുസോയ്ഡൽ AC കറന്റ് വേവ് ഫോം ഒന്ന് വരച്ചു നോക്കാം. യെസ്, okay, this is an AC waveform, sinusoidal current. So the maximum value, let this be I max. Okay, this is I versus T. I'll put it as omega T, angle alle. Yes. So peak value eppozhana waveform nu variya? When does the waveform have peak value? At 90 degree. Okay. And what is RMS value? IRMS. IRMS is equal to I max by √2. ഇതെല്ലാവർക്കും അറിയാലോ. AC waveform RMS value is maximum value by √2. ഈ √2 എന്ന് പറയുന്നത് I max sin 45. Sin 45 എത്രയാണ്? 1 by √2 അല്ലേ? സോ I max sin 45 എന്ന് എനിക്ക് എഴുതാലോ. യെസ്. സോ ഇവിടെ 45 ഡിഗ്രിയിൽ എത്രയായിരിക്കും കറണ്ടിന്റെ? കറണ്ടിന്റെ യെസ് യോർ കറണ്ടിന്റെ value will be 0.707 or 1 by √2 is 0.707 I max. Okay, അപ്പോൾ നമുക്ക് RMS വാല്യൂ എന്ന് പറയുന്നത് ഒരു AC കറന്റിന്റെ 45 ഡിഗ്രിയിൽ എത്രയാണോ AC വേവ് ഫോം മാഗ്നിറ്റ്യൂഡ് അറ്റൈൻ ചെയ്തത് 45 ഡിഗ്രിയിലെ വാല്യൂ ആണ് RMS വാല്യൂ ഓഫ് സിനുസോയ്ഡൽ AC കറന്റ്. ഓക്കെ, സോ ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എത്ര ആംഗിളിലാണ് RMS വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ഫ്രെയിം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഓപ്ഷൻ ഇസ് 45 ഡിഗ്രി. യെസ്, I max sin 45 ആണ് വരിക ഫോർ യുവർ RMS വാല്യൂ. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Internal resistances of a voltage source and current source are increased. What happens to their power output? A. Decrease for both. B. Increase for both. C. Increase for voltage source and decrease for current source. D. Decrease for voltage source and increase for current source. Okay, internal resistances base ചെയ്തിട്ടുള്ള question ആണ്. Voltage source ഉണ്ട്, current source ഉണ്ട്. Yes. നമുക്ക് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പൊ ഐഡിയലി നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും കൺസിഡർ ചെയ്യാം. സോ ഐഡിയലി ഹൗ ഡു യു represent a voltage source? വോൾട്ടേജ് സോഴ്സിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവോ? ഐഡിയലി ദിസ് ഇസ് വി. കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും അല്ലെ? വി മസ്റ്റ് ബി ഓൾവേസ് കോൺസ്റ്റന്റ്. ആൻഡ് വാട്ട് അബൌട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇസ് ദർ എനി ഇന്റേണൽ റെസിസ്റ്റൻസ് ഫോർ ദ വോൾട്ടേജ് സോഴ്സ്? ഇല്ല അല്ലെ? സോ ആർ എസ് ഇസ്, or I will write R internal മനസ്സിലാവാൻ.
small r internal is equal to 0 ideally. പക്ഷെ ഇങ്ങനെ ഒരു പ്രാക്ടിക്കലി അങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഒന്നും നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഒരിക്കലും. ഐഡിയലി വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ 0 ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു സോഴ്സ് ആണ്. അതിൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും എപ്പോഴും ഡെലിവർ ആവുക. ആൻഡ് വാട്ട് അബൌട്ട് കറന്റ് സോഴ്സ്, ഐഡിയൽ കറന്റ് സോഴ്സ്? കറന്റ് സോഴ്സ് എങ്ങനെയായിരിക്കും വരിക? കറന്റ് സോഴ്സിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ലൈക്ക് ദിസ്. This is a current source. Okay. This is I. Constant. I is constant irrespective of the time or load conditions. Okay. But V is constant. V is constant. Here I is what? Constant. Whatever be the conditions. And internal resistance for an ideal current source. Sorry, this is your internal. R internal will be infinite. Agree? Infinite ആണ്. Okay. അതായത് ഇവിടെ നമ്മൾ റെസിസ്റ്റർ ഒരു പാരലൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അതിൽ കൂടെ ഒരു കറണ്ടും പാസ് ചെയ്യാൻ പാടില്ല. entire current is actually delivered by the source. ഒരു കറന്റ് ലോസ് അവിടെ സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് വോൾട്ടേജിനെ നമ്മൾ ഒരു സീരീസ് റെസിസ്റ്റർ ഇന്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. ഐഡിയലി വോൾട്ടേജിന് ഒരു ഡ്രോപ്പും വരുന്നില്ല. എക്സാക്ട് എന്താണോ വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ചെയ്ത് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇത് ഐഡിയൽ കേസ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡിയൽ കേസ് അല്ല. ഒബ്വിയസ്ലി നമുക്ക് ഐഡിയൽ കേസ് പ്രാക്ടിക്കലി പോസിബിളും അല്ല. അപ്പൊ പ്രാക്ടിക്കലി എങ്ങനെയാണ് നമ്മളൊരു വോൾട്ടേജ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കറന്റ് സോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. Practical. Okay. Practical voltage source and practical current source. Okay. Voltage source ne namukku in series with an internal resistor. And the voltage source you can write. This is your R internal. There will be some finite amount of internal resistance. So this is your V and some current is delivered. And if there is a load connected here, okay, there is a load. This V, I'll call V terminal. What is V terminal? V terminal is V source minus current into the drop in the internal resistance, R internal. Agreed? Yes? ഇതേപോലെ we'll just compare how to draw a current source and current source ന്റെ equation നമുക്കൊന്ന് നോക്കാം. current source വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ current source നെ represent ചെയ്യുക. A circle and an arrow, and parallelly you draw the internal resistance. Some finite amount of internal resistance will be there, and some current will be flowing, say small I will be flowing to the internal resistor. And if you connect the load here, okay, this is your load, and some current will be taken by the load. Okay, this is I load and this is I, and this is the total current delivered by the current source. And I can write I load is equal to I minus small I. അല്ലേ? ഇതാണ് നെറ്റ് കറണ്ട്. ഇതിൽ നിന്ന് ഈ കറണ്ട് കുറച്ചാൽ നമുക്ക് I load കിട്ടും. So these are the practical equations that we are deriving from a voltage source and a current source. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ആ നമുക്ക് വോൾട്ടേജ് സോഴ്സിന്റെ പാർട്ട് നമുക്ക് നോക്കാം. Voltage source. Internal resistance of a voltage source and current source are increased. So voltage source and R internal, voltage source and internal resistance നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡ്രോപ്പ് കൂടിയില്ലേ? So what the I into R drop will also increase. So your terminal voltage will effectively decrease. Terminal voltage decrease ചെയ്താൽ പവർ നമ്മളോട് ചോദിച്ചേക്കണ എന്താണ്?
what happens to the power output? Power output was what? Power output is Vt into the current flowing to the load, I. This terminal voltage കുറഞ്ഞു, so the power also will automatically decrease. It will decrease. So first, നമുക്ക് answer കിട്ടി for the first part. For a voltage source, if internal resistance is increased, your P out, what happens? It decreases. ഇനി current source ന്റെ കേസില് see, obviously ഇവിടെ ഈ internal resistance കൂട്ടിക്കഴിഞ്ഞാൽ, if you increase the internal resistance in this branch, what will be the current flowing in this branch? അല്ലേ? ഈ current flowing ഇവിടെ internal resistance കൂട്ടിക്കഴിഞ്ഞാൽ ഈ current കുറയും, ഈ സ്മോൾ ഐ കുറയും, ലോഡിലേക്കുള്ള കറന്റ് കൂടുകയും ചെയ്യും അല്ലെ. ലോഡിലേക്കുള്ള this I will drop and the load current will increase. Load current കൂടിയ, what about the power in the load? It will increase, right? So practically for a voltage source, if you increase the internal resistance, the power output decreases, and for a practical current source, if you increase the internal resistance, the power output or the power load will increase. Okay, so ഇവിടെ നമുക്ക് ലോഡിലേക്കുള്ള കറന്റ് സപ്ലൈ കൂടും, ഇവിടെ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് കുറഞ്ഞു പോവുകയും ചെയ്യാണ്. ഓക്കെ, സോ ഈ രണ്ട് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ ഇവിടെ വരുന്നത്. സോ നോക്കാം, ഡിക്രീസ് ഫോർ ബോത്ത് ആണോ? അല്ല. ഇൻക്രീസ് ഫോർ ബോത്ത് അല്ല. Increase for voltage source, decrease for current source alla. Option D is the right answer. Decrease for voltage source and increase for current source. So power is decreasing for the voltage source and it is increasing for the current source. So option D ആണ് right answer. Okay, concept clear ആയില്ലേ? അപ്പോൾ ജസ്റ്റ് എന്താണ് വോൾട്ടേജ് സോഴ്സും കറന്റ് സോഴ്സും പ്രാക്ടിക്കലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ വേണം. അതിൽ നിന്ന് പവർ ഔട്ട്പുട്ട് എത്ര ലോഡിലേക്ക് വരും, okay, in terms of voltage and current കണ്ടുപിടിക്കാം. Okay, so that is how it is done. Yes. Now next question, 8th question. Peak factor of a sinusoidal wave is A 1.1, B 1.33, C 1.41 and D 1.66. ഇത് പലർക്കും ബൈ ഹാർട്ട് അറിയായിരിക്കും, എങ്കിലും നമുക്ക് എൻ്റെ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. Peak factor. Peak factor is defined as maximum value for an AC waveform by RMS value. Okay, so this is Vm by root 2 alle RMS value. So root 2 comes to your numerator. The answer is 1.414. So option C ആണ് right answer. Simple ആണ്, പലർക്കും by heart അറിയായിരിക്കും value, പക്ഷേ those who don't know, you can apply the formula and find it out. But it just takes seconds to solve this question. Yes. Next, the value of equivalent load resistor R to be connected across a battery of internal resistance small r to get the maximum power transfer to the load. Yes. ഇപ്പോൾ ഒരു ബാറ്ററിയുടെ അക്രോസ് ഉള്ള കണ്ടീഷനാണ് ചോദിച്ചേക്കുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാം. സിമ്പിൾ അല്ലേ? ഇപ്പോൾ മാക്സിമം പവർ ടു ബി ട്രാൻസ്ഫേർഡ്, ദ ലോഡ് റെസിസ്റ്റൻസ് ഹാസ് ടു ബി ഈക്വൽ ടു ദ സോഴ്സ് ഇംപെഡൻസ് ഓർ സോഴ്സ് റെസിസ്റ്റൻസ്. അപ്പോൾ സോഴ്സിലെ റെസിസ്റ്റൻസ്, ബാറ്ററിയാണ് സോഴ്സ്, അപ്പോൾ ബാറ്ററിയുടെ റെസിസ്റ്റൻസ് എത്രയാണ്? സ്മോൾ ആർ. So small r, that is the source resistance, has to be equal to the load resistor. Load resistor R ആണ്. So R should be equal to capital R. So option നോക്കുക, A R greater than R അല്ല, B less than R less than R, ഇത് രണ്ടും അല്ല. Yes. So option C അല്ല. So option D is the right answer. R is equal to R for maximum power transfer. അത് നമ്മൾ സർക്യൂട്ട്സിൽ പഠിക്കണതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു 9 ക്വസ്റ്റ്യൻസിൽ കുറെ സർക്യൂട്ട് അനാലിസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി അല്ലേ. റെസിസ്റ്ററിന്റെ പാർട്ട് ആയാലും അതിന്റെ കണക്ഷൻസ് ആണെങ്കിലും പിന്നെ KVL KCL ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി.
പിന്നെ വോൾട്ടേജ് സോഴ്സ് അതും സർക്യൂട്ട്സിൽ വരണതാണ്. സോ ഇതും സർക്യൂട്ട്സിൽ. സോ സർക്യൂട്ട്സ് നമുക്ക് നല്ലോണം ഒരു ഐഡിയ വേണം, ഒരു ഗ്രാഹ്യം വേണം ആ ഒരു ഏരിയ. സോ എല്ലാ ഫണ്ടമെന്റൽസും പഠിച്ചിട്ട് പോവാം. സോ യു വിൽ ഗെറ്റ് ഗുഡ് marks from this session. Okay, yes. Next question. For a battery, the terminal voltage decreases with. Nalla question aanu. A, increase in load. B, decrease in load. C, increase in electrolytic concentration. And D, decrease in electrolytic concentration. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാരണം ഇൻക്രീസ് ആണോ ഡിക്രീസ് ഇൻ അത് എന്തായാലും കോൺസെൻട്രേഷനുമായിട്ട് ഇലക്ട്രോലിറ്റിക് കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ട് ബാറ്ററിയുടെ വോൾട്ടേജ്. അത് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ അത് ഇൻക്രീസ് കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണോ ബാറ്ററി വോൾട്ടേജ് കുറയണേ അല്ലെങ്കിൽ കുറയുമ്പോഴാണോ കുറയണേ അതറിയില്ല. എന്തായാലും ഇതും അറിയാം, ലോഡ് കൂടിയാലും ടെർമിനൽ വോൾട്ടേജ് ബാറ്ററിയുടെ എന്തായാലും ഡ്രോപ്പ് ആവും. ആ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പൊ ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് ബാറ്ററി അല്ലെങ്കിൽ സെൽ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം, തിയറി ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഹൗ ടെർമിനൽ വോൾട്ടേജ് വേരീസ് ഇൻ എ ബാറ്ററി. സോ ഫസ്റ്റ്, ഓവർലോഡ്, എക്സസീവ് നമ്പർ ഓഫ് ഡിവൈസസ്, ലൈറ്റ്സ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്താൽ ബാറ്ററി ഔട്ട്പുട്ട് കുറയില്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കുറയുന്നതായിട്ട് കാണാം. ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ, ടെർമിനൽ വോൾട്ടേജ് ഇന്റേണൽ റെസിസ്റ്റൻസ് ബാറ്ററിയുടെ കൂടിയ ടെർമിനൽ വോൾട്ടേജ് ഡ്രോപ്പ് ആവില്ലേ, V - IR ആണ്. So as internal resistance, so it voltage sources include which has an internal resistance which also affects the terminal volt. But terminal voltage is always dependent on the internal resistance of the battery. ഇത് നമുക്ക് ഓപ്ഷനിൽ ഇല്ല. സോ ഇതിനെപ്പറ്റി നമ്മൾ അത്ര വറി ചെയ്യണ്ട. ഇനി ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഇസ് കോൾഡ് ആസ് Nernst ഇക്വേഷൻ. Nernst ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്, കെമിസ്ട്രിയിൽ. എങ്ങനെയാണ് ഹൗ കോൺസെൻട്രേഷൻ ഇൻ എ ബാറ്ററി അഫക്ട്സ് ദ സെൽ വോൾട്ടേജ്. ഓക്കെ, സോ Nernst ഇക്വേഷൻ എങ്ങനെയാണ്? E cell, that is a cell potential is equal to standard cell potential minus RT by NF ln Q. Okay, so R is what? R is the gas constant, T absolute temperature, N is the number of moles of the electrons transferred in the balanced chemical equation, and F is Faraday's constant. E cell is the cell potential and E naught cell is the standard cell potential. Okay, so obviously നമുക്ക് ഇത് Q എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. വാട്ട് ഇസ് Q? Q is actually the electrolytic concentration. Electrolytic concentration. ബാറ്ററിയിൽ ഒബ്വിയസ്ലി ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എടുത്തു കഴിഞ്ഞാലും ദർ വിൽ ബി ഇലക്ട്രോലൈറ്റ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, സോ ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഈ Q എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ കാണാം, ഈ Q കൂടുന്തോറും if you increase the Q, what happens to the cell voltage? It will decrease. So as Q increases due to higher concentration, the cell potential decreases. So ഈ ഒരു ഫാക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എപ്പോഴും ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷൻ ഒരു ഒപ്റ്റിമം ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ബാറ്ററി വോൾട്ടേജ് താഴെ പോവും. അതുപോലെ തന്നെ അത് അധികം കോൺസെൻട്രേറ്റഡ് ആയാലും ഒരുപാട് കൊറോഷൻ അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഇലക്ട്രോഡ് കൊറോഡ് ചെയ്ത് പോയാലും ഡാമേജ് ഒക്കെ പോസിബിൾ ആണ് ബാറ്ററിയിൽ. സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് സെൽ വോൾട്ടേജ് ഏതെല്ലാം ഫാക്ടേഴ്സിന് ഡിപ്പെൻഡഡ് ആവുന്നുള്ള കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഒബ്വിയസ്ലി ലോഡ് കൂടുമ്പോൾ സെൽ വോൾട്ടേജ് താഴ്ന്നു പോവും. അതുപോലെ കോൺസെൻട്രേഷൻ കൂടിയാലും സെൽ വോൾട്ടേജ് താഴ്ന്നു പോവും. അണ്ടർസ്റ്റുഡ് ബേസ്ഡ് ഓൺ ദ Nernst ഇക്വേഷൻ. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസും ഒരു ഫാക്ടറാണ്, പക്ഷെ അത് നമ്മൾ ഓപ്ഷനിലില്ല. സോ നോ നീഡ് ടു വറി അബൌട്ട് ഇറ്റ്. സോ ഫോർ എ ബാറ്ററി ദ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ലോഡ് ആസ് വെൽ ആസ് വാട്ട്? ഇൻക്രീസ് ഇൻ ദ ഇലക്ട്രോലൈറ്റിക് കോൺസെൻട്രേഷൻ. സോ ഇതിലെ രണ്ട് ഉത്തരങ്ങളും ശരിയായതുകൊണ്ട് തന്നെ PSC ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഡിലീറ്റഡ്. യെസ്, പലർക്കും ഈ ഒരു ഫാക്ടറും മെമ്മറിയിൽ വരില്ല. കോൺസെൻട്രേഷന്റെ കാര്യം മെമ്മറിയിൽ വരില്ല. ലോഡ് കൂടിയ ടെർമിനൽ വോൾട്ടേജ് കുറയും എന്ന് ടിക്ക് ചെയ്ത് പോകും. പക്ഷെ ഇതിലെ രണ്ട് ഉത്തരങ്ങൾ ശരിയായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. ഓക്കെ, യെസ്, സോ ബോത്ത് A and B are correct.
with increase in the load as well as with increase in electrolytic concentration, the terminal voltage of a battery decreases. Yes.